Welcome back to my channel, English Grammar Teaching and Learning. Today, we will continue tag question or question tag. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ് പഠിച്ച്. അതുപോലെ തന്നെ ടെസ്റ്റിൽ ഒരു 3-4 എക്സാമ്പിളും ടെസ്റ്റ് നോക്കിയാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് എനിക്കത്ര കൃത്യമായി തോന്നിയില്ല, അതുകൊണ്ട് അത് ബോർഡിൽ എഴുതിയിട്ട് തന്നെ നമ്മൾ ആ എക്സാമ്പിൾസ് അതിൻ്റെ ആൻസർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്, ലെറ്റ് us കണ്ടിന്യൂ. നിങ്ങളുടെ ടെസ്റ്റിലെ ആദ്യത്തെ പ്രോബ്ലം, ഹി സംടൈംസ് റീഡ്സ് ദി ന്യൂസ് പേപ്പർ. നമുക്കറിയാം, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. ഇതിൻ്റെ റൂളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദി ഗിവൺ സെൻറ്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് നെഗറ്റീവ് ആണെങ്കിൽ അതിന് ചില പ്യുവർ നെഗറ്റീവ്സും സെമി നെഗറ്റീവ്സും എന്നല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോ, നോട്ട്, നൺ, നത്തിങ്, നോബഡി, നത്തിങ് എൽസ്, ഇതെല്ലാം പ്യുവർ നെഗറ്റീവ്സ് ആണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് എന്നുള്ള ഇൻഡിക്കേഷൻ തരുന്ന വേർഡുകളാണ്. അതുപോലെ സെമി നെഗറ്റീവ്സ് സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, ഇത്രയും. പിന്നെ വരുന്നത് ഡു, ഡസ്, ഡിഡ്, അതിൻ്റെ നെഗറ്റീവ് ഫോംസ് ഡോണ്ട്, ഡസൻറ്റ്, ഡിഡിൻറ്റ്. പിന്നെ എല്ലാ ഓക്സിലറി വെർബിൻ്റെയും നെഗറ്റീവ് ഫോംസ് ഈസിൻ്റെ, ആമിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ആറിൻ്റെ, വാസ്, വില്ലിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ വോണ്ട്, ഷാലിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഷാണ്ട്. ഇത്രയും കാര്യങ്ങൾ അതേക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാൻ. ഓക്കെ, ഫസ്റ്റ് വൺ, ഹി സംടൈംസ് റീഡ്സ് ദി ന്യൂസ് പേപ്പർ. ആദ്യം നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്നും സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഹി സംടൈംസ് റീഡ്സ് ദി ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, ഇതൊന്നുമില്ല, പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടാഗ് നെഗറ്റീവ് ആണ് എഴുതേണ്ടതെന്ന് ഉറപ്പിച്ചു. പിന്നെ നമ്മൾ ഇതിൽ ഓക്സിലറി വെർബ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. 24 ഓക്സിലറി വെർബിൽ ഈസ്, ആം, ആർ, വാസ് അങ്ങനെ വരുന്ന ഇതിനകത്ത് അതുമില്ല. പിന്നെ വരുന്നത് മെയിൻ വെർബാണ്. മെയിൻ വെർബിൽ ഇത് ഡസ് ഫോം ആണ്. റീഡ്, റീഡ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡസ്, ഡസ് പ്ലസ് റീഡ് ആണ്. ഡസ് കിട്ടി. പോസിറ്റീവ് ആയതുകൊണ്ട് ഡസിൻറ്റ്, ഡസ്, ഡസിൻറ്റ്. സബ്ജക്റ്റ് ഹി, ഡസിൻറ്റ് ഹി, ഡസിൻറ്റ് ഹി, ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയായപ്പോൾ അത് ആൻസർ ആയി. അപ്പൊ ഇത് ടെയിലാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിനോട് തന്നെ ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കോമ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ഓവർ. സെക്കൻഡ്, ഐ തിങ്ക് ഹി ഈസ് ഫ്രം മാൽഡീവ്സ്. അവൻ മാൽഡീവ്സിൽ നിന്നാണ് വന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ തിങ്ക് അല്ല, ഹി ആണ്. ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ട്, പോസിറ്റീവ് ആണ് സെന്റൻസ്. ഈസിന്റെ കൂടെ നോട്ട് ചേർക്കുക, ഈസിന്റെ, ഈസിന്റെ. സബ്ജക്റ്റ് ഹി, ഈസിന്റെ ഹി. ഓക്കെ, സെക്കൻഡ് വൺ ഓവർ. ഇനി ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ സംസാരിക്കരുത്. അപ്പോൾ ഡോണ്ട് ടോക്ക് റിക്വസ്റ്റ് പോലെ പറയുകയാണ്. ഡോണ്ട് ടോക്ക് റിക്വസ്റ്റ് ആവാം, അല്ലെങ്കിൽ തന്നെ ഓർഡറും ആകാം. ടീച്ചർ അല്ലേ പറയുന്നത്. അപ്പോൾ ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഡോണ്ട് ടോക്ക് ഐ ആം ടീച്ചിങ് അങ്ങനെയും പറയാം. ഇപ്പോൾ റിക്വസ്റ്റ് ആവാം, അതിൻ്റെ ടോൺ അനുസരിച്ച് മാറാം. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. വിൽ യു, വിൽ യു, വിൽ യു എന്നാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. വിൽ യു. ഇനി ലെറ്റസ് ഗോ സ്വിമ്മിങ്. ലെറ്റസ് എന്ന പ്രയോഗത്തിൽ ഷാൽ ബി ആണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. ഷാൽ ബി എന്ന് ഉപയോഗിക്കുക, വേറൊന്നും ആലോചിക്കാനില്ല. സബ്ജക്റ്റ് ഇവിടെ ലെറ്റസ്, ലെറ്റ് അസ് ഷാൽ ബി, ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ പ്ലീസ് പാസ് മീ ദി സാൾട്ട്. ആ ഉപ്പ് പാത്രം എങ്ങോട്ടെന്ന് എടുത്തേരെ. അപ്പോൾ പാസ് മീ ദി സാൾട്ട്, അവിടെ നമ്മൾ ചോദിക്കുന്നത് ഇത് പോസിറ്റീവ് ആണ്. അപ്പം വോണ്ട്, വോണ്ട് യു. സബ്ജക്റ്റ് അവിടെ ഇല്ല, പക്ഷേ നമ്മൾ പാസ് മീ ദി സാൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്. എന്താണ്? യു ആണ്, വോണ്ട് യു. അതാണ് അതിൻ്റെ ആൻസർ. ദെൻ ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഹി സബ്ജക്റ്റ് ഉണ്ട്, കുഡ് ഹാവ്, കുഡ് ഉണ്ട്, അപ്പോൾ കുഡിൻ്റെ, കുഡിൻ്റെ കൂടെ നോട്ട് എടുത്തു, കുഡിൻ്റെ. സബ്ജക്റ്റ് ഏതാ? ഹി, കുഡിൻ്റെ ഹി. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ ദി ഗേൾ വോണ്ട് സിംഗ് ഇൻ ദി പാർട്ടി.
അതായത് ഇവിടെ ഇത് നെഗറ്റീവാണ് സെന്റൻസ്. വില്ലിനോട് നോട്ട് ചേർത്തപ്പോൾ വോണ്ട് കിട്ടി, അതിൽ നിന്ന് വില്ല് എടുത്തു. ഇത് ഗേൾ എന്ന് പറഞ്ഞാൽ ഷീ ആണ് അല്ലേ? അപ്പോൾ വിൽ ഷീ എന്തെഴുതും? വിൽ ഷീ. ഇതാണ് ആൻസർ. വിൽ ഷീ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, വിൽ ഷീ. Then he went on a tour. Went on continued. Went on past. ഗോയുടെ പാസ്റ്റ് ഫോം. ഇവിടെ മറ്റ് ആക്സിലറി വെർബ് ഇല്ല. വെർബിന്റെ മെയിൻ ഫോം ഏതാണ്? ഇവിടെ ഗോയുടെ പാസ്റ്റ് ഫോം വെന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിഡ്. വെന്റിനെ പിരിക്കുമ്പോൾ ഡിഡ് പ്ലസ് ഗോ എന്ന് കിട്ടും. ഡിഡ് സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിഡിന്റ്. ഡിഡിന്റ് ഹി. ഡിഡിന്റ് ഹി. അതാണ് ആൻസർ. ഓക്കെ. Then you are an Indian. Aren't you? You are an Indian, aren't you? I am late. അപ്പോൾ you are an Indian പോസിറ്റീവ് ആണ്. ആറിൻ്റെ നോട്ട് ചേർത്തു. ആറിൻ്റെ ഇട്ട് സബ്ജക്റ്റ് യു. I am late. I am late. ആം ഉണ്ട്. ആമിൻ്റെ നോട്ട് ചേർത്താൽ ആമിൻ്റെ അല്ല ആറിൻ്റെ ആണ്. അപ്പോൾ ആറിൻ്റെ. ആറിൻ്റെ ഐ. അതാണ് അതിൻ്റെ ആൻസർ. ആറിൻ്റെ ഐ. ദി ബോയ് ഈസ് ഫ്രം കോട്ടയം. ബോയ് ഈസ് ഫ്രം കോട്ടയം. ഈസ് പോസിറ്റീവ് ആണ്. ഈസിൻ്റെ. ഈസിൻ്റെ ബോയ് ഹി. ഈസിൻ്റെ ഹി. ഓക്കെ, ഈസിൻ്റെ ഹി. ദെൻ ഹി വിൽ നെവർ നോ. ഹി വിൽ നെവർ നോ. ഇവിടെ നെവർ എന്ന നെഗറ്റീവ് പ്യുവർ നെഗറ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹി വിൽ അല്ലെങ്കിൽ വിൽ പ്ലസ് നോട്ട് വോണ്ട്. വോണ്ട് ഹി എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ വിൽ ഹി എന്ന് എഴുതിയാൽ മതി. വിൽ ഹി. വിൽ ഹി. കാരണം എന്താ? സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട്, നെവർ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ ആൻഡ് ഹാസ് ക്ലീൻഡ് ദി പ്ലേറ്റ്സ്. ക്ലീൻഡ് വേറെ വെർബ്. ആൻഡ് ഹാസ്. ഹാസ് ഉണ്ട്. ഹാസ് ഷീ. ഹാസിൻ്റെ ഷീ. ഹാസ്. ഹാസിൻ്റെ ഷീ. അതാണ് ആൻസർ. ഹാസിൻ്റെ ഷീ. ഓക്കെ. ദെൻ അനു ആൻഡ് ഷീ വിൽ. അപ്പോൾ ഇനി അനു ആൻഡ് മനു. നെക്സ്റ്റ് അനു ആൻഡ് മനു വിൽ അറൈവ് ടുമോറോ. അനു ആൻഡ് മനു വിൽ അറൈവ് ടുമോറോ. രണ്ടുകൂടെ. അനു ആൻഡ് മനു വിൽ അറൈവ് ടുമോറോ. മനു ആൻഡ് അനു എന്ന് പറഞ്ഞാൽ ദേ ആണ്. വിൽ അറൈവ്. വിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻസ് ആണ്. വോണ്ട്. വിൽ പ്ലസ് നോട്ട് വോണ്ട്. വോണ്ട് ദേ. വോണ്ട് ദേ. അതാണ് ആൻസർ. ആറാമത്തെ ഒരു സെന്റൻസിൽ അനു ആൻഡ് മനു ആൻഡ് ഹാസ്. ഓക്കെ, അവിടെ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇല്ല. അപ്പോൾ സിക്സ്ത് വൺ ഏതാണ്? അനു ആൻഡ് മനു. അനു ആൻഡ് മനു. അപ്പോൾ ദേ ആണ് പ്ലൂറൽ. വിൽ പോസിറ്റീവ് ആണ് സെന്റൻസ്. വില്ലിനോട് നോട്ട് ചേർത്താൽ വോണ്ട്. വോണ്ടേ. വിവേക് പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഇവിടെ മറ്റാക്സിൽ വെർബൊന്നുമില്ല. പ്ലേഡ് എന്ന് പറയുന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഡിഡ് പ്ലസ് പ്ലേ കിട്ടും. ഡിഡിൻഡ്. വിവേക് ഹി ആണ്. അപ്പോൾ എന്തെഴുതും? ഡിഡിൻഡ് ഹി. ഡിഡിൻഡ് ഹി. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു തിങ്ക് അബൌട്ട് വെദർ ദി ഗിവൺ സെന്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇഫ് ദി സെന്റൻസ് ഈസ് പോസിറ്റീവ്, ടാഗ് വിൽ ബി നെഗറ്റീവ്. ആൻഡ് ഇഫ് ദി സെന്റൻസ് ഈസ് നെഗറ്റീവ്, ടാഗ് വിൽ ബി പോസിറ്റീവ്. സെന്റൻസ് ഈസ് പോസിറ്റീവ്, ടാഗ് വിൽ ബി നെഗറ്റീവ്. പോസിറ്റീവ് സെൻസ് ആണെങ്കിൽ നെഗറ്റീവിലേക്ക് മാറ്റുക. നെഗറ്റീവ് സെൻസ് ആണെങ്കിൽ പോസിറ്റീവിലേക്ക് എഴുതുക. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നോട്ട് ചേർക്കുക. ആമിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ആറിൻ്റെ. വില്ലിനോട് നോട്ട് ചേർത്താൽ വോണ്ട്. ഷാലിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഷോണ്ട്. ഓക്കെ, അതേ രീതിയിൽ. ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ 3 ഡിറൈവ്ഡ് ഫോംസ് ഏതൊക്കെയാണ്? ഡു, ഡസ്, ഡിഡ്. എസ് ഫോമിൽ നിന്ന് ഡസ്, ബേസ് ഫോമിൽ നിന്ന് ഡു, പാസ്റ്റ് ഫോമിൽ നിന്ന് ഡിഡ്. അതിലൂടെ നോട്ട് ചേർക്കുക. പിന്നീട് പ്രോനൗൺ ഏതാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യുക. അതാണ് നിയമം. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, റിപ്പോർട്ടഡ് സ്പീച്ച്. ഇനി നമ്മൾ പഠിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഡയറക്റ്റ് സ്പീച്ച് കൺവേർട്ടിങ് ഡയറക്റ്റ് സ്പീച്ച് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. നമുക്കറിയാമല്ലോ, കൊട്ടേഷനകത്ത് തന്നിരിക്കും ഇല്ലേ, 2 പാർട്ട് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് കോമ കൊണ്ട് വേർതിരിച്ചിരിക്കും. സെക്കൻഡ് പാർട്ട് കൊട്ടേഷനുള്ളിലും തന്നിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ളതാണെന്ന്. അതിൻ്റെ കൂടെ ഇതിനകത്ത് ഒരു ഡയലോഗ് തന്നിട്ടുണ്ട്.
ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് ഒന്ന് വായിക്കുക മാത്രം ചെയ്യാം. രാജീവും മാധവും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഗുഡ് മോർണിംഗ് മാധവ്. ഐ ആം നോട്ട് ടു ഏർലി. ഐ ആം നോട്ട് ടു ഏർലി. ഐ ആം നോട്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്. ആമിൻ്റെ കൂടെ നോട്ട് എടുത്തു, പക്ഷേ നമ്മളെ നീക്കം ചെയ്യുക. ആമൈ, അതാണ് ആൻസർ. മാധവ്, നോ നോട്ട് അറ്റ് ആൾ. യു ഹാവ് ബ്രോട്ട് ആൾ ദി ഡോക്യുമെന്റ്സ്. യു ഹാവ് ബ്രോട്ട്. ഹാവ് ഉണ്ട്, പോസിറ്റീവ് ആണ്. ഹാവിൻ്റെ യു. Then I will get ready soon. You won't mind waiting for 5 minutes. You wouldn't mind. You wouldn't mind. അപ്പോൾ would will you അല്ലെങ്കിൽ wouldn't mind waiting for 5 minutes. Will you? Okay, no problem. At what time shall we leave? By 9 o'clock. I think we will reach the bank in time. In time. We will reach. Will positive. Will plus not to won't be. Okay then, please get ready. I will have a talk with your father. Yes, please do. That's all. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കടക്കാം. A said something to B and B heard what A said and reported to C. A ഒരു കാര്യം പറഞ്ഞു, അത് B കേട്ടു. B അത് സിയോട് റിപ്പോർട്ട് ചെയ്യുന്നു. A പറഞ്ഞത് ബിയുടെ ഭാഷയിൽ. അതാണ് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് 3 types ഓഫ് സെൻറ്റൻസസ്, യു നോ. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് ഇംപെരറ്റീവ് സെൻറ്റൻസ്, മൂന്നാമത്തത് ക്വസ്റ്റ്യൻ. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് വി നോ 2 types. ഏതൊക്കെയാണ്? WH ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, yes or no ക്വസ്റ്റ്യൻ ഓർ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ഓർ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻ. പിന്നെ നൗ വി സ്റ്റഡീഡ് ടാഗ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇങ്ങനെ 3 തരം ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഈ 2 തരം ഏതൊക്കെയാ? ക്വസ്റ്റ്യൻ തന്നെ 2 തരം, yes or no ക്വസ്റ്റ്യനും ഉണ്ട്, WH ക്വസ്റ്റ്യനും ഉണ്ട്. അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ ടെസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ അതിന് 2 പാർട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഐ റൈറ്റ് രാമു സെറ്റ്. ഐ റൈറ്റ് എ ലെറ്റർ. ഈ ഐ റൈറ്റ് എ ലെറ്റർ എന്നുള്ളത് കൊട്ടേഷനകത്ത് രാമു സെറ്റ് കോമ കൊട്ടേഷൻ, ഇതാണ് സെന്റൻസ്. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടിനെയും തമ്മിൽ, ഈ 2 പാർട്ടിനെയും നമ്മൾ ഒന്നാക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ രാമു സെറ്റ് ഐ റൈറ്റ് എ ലെറ്റർ എന്ന സെന്റൻസ്, ഐ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ ഇത് ഒരു മെയിൻ പാർട്ട്, സബോർഡിനേറ്റ് പാർട്ട്, ഇങ്ങനെ 2 പാർട്ടായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നിരിക്കുക. ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണോ ക്വസ്റ്റ്യൻ ആണോ, അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യുക. സെലക്ഷൻ ഓഫ് റിപ്പോർട്ടിംഗ് വെർബാണ് ആദ്യത്തെ ദൗത്യം. സെലക്ഷൻ ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് സെഡ് എന്ന് ഉപയോഗിക്കാം. സെഡ് ദാറ്റ്, രാമു സെഡ് ദാറ്റ്, സെഡ് എന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടോൾഡ് എന്ന് ഉപയോഗിക്കാം. ഇനി സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ട് നമ്മൾ അടുത്തത് ഇമ്പരറ്റീവ് സെൻസിലേക്ക് വന്നാൽ അവിടെ ടോൾഡ് ഉപയോഗിക്കാം. പിന്നെ റിക്വസ്റ്റഡ് ഉപയോഗിക്കാം, റിക്വസ്റ്റഡ്. കമാൻഡ് ഉപയോഗിക്കാം, സജസ്റ്റഡ് എന്ന് ഉപയോഗിക്കാം, വാണ്ട് എന്ന് ഉപയോഗിക്കാം. All these are depends on the tone or the given sentence. സെന്റൻസിന്റെ ടോൺ അനുസരിച്ചായിരിക്കും ഇത് മാറുന്നത്. ആരോട് പറഞ്ഞു, ഹൂ സെഡ് ടു ഹൂം. ഇപ്പം കമാൻഡ് ആവാം, ടീച്ചറാണ് പറയുന്നതെങ്കിൽ ടീച്ചറിന് കമാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ പട്ടാളക്കാരൻ താഴെയുള്ള സോൾജേഴ്സിനെ കമാൻഡ് ആവാം, ജഡ്ജാണ് പറയുന്നതെങ്കിൽ കമാൻഡ് ആവാം. ഇങ്ങനെ കമാൻഡ് ആണോ
പ്ലീസ് വന്നാൽ നമുക്കറിയാം റിക്വസ്റ്റ് ആയിട്ട് മാറുന്നു. ഇതിലേതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ്, ആ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻ തന്നെ ഇമ്പരറ്റീവ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ തന്നെ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്? WH ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആ WH ക്വസ്റ്റ്യനിൽ ഏതാണോ തന്നിരിക്കുന്നത്, വാട്ട് ആണെങ്കിൽ വാട്ട്, വേർ ആണെങ്കിൽ വേർ, വെൻ ആണെങ്കിൽ വെൻ, ഇത് തന്നെ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ സഡ് റിപ്പോർട്ടിംഗ് വെർബായി, ദാറ്റ് കണക്റ്റിംഗ് വേർഡായി, അല്ലെങ്കിൽ ലിങ്കിങ് വേർഡായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, ആസ്റ്റ്. ഇനി സെയിം ഇൻട്രോഗേറ്റീവ് വേർഡ് തന്നെ ഉപയോഗിക്കാം, വാട്ട്സ്, വേർ, വെൻ, വൈ, ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി ഇൻഡയറക്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഒരു കണക്റ്റിംഗ് വേർഡായിട്ട് ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. ഇഫ് അല്ലെങ്കിൽ വെദർ WHTGR. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റിപ്പോർട്ടഡ് സ്പീച്ച് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ 2 ക്ലോസുകളെയും തമ്മിൽ, രാമു സഡും ഐ റൈറ്റ് എ ലെറ്ററും തമ്മിൽ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഇവിടെ സഡ് രാമു സൈസ് എന്നായിരിക്കും തന്നിരുന്നെങ്കിൽ സഡ് എന്നാക്കിയാൽ മതി. അപ്പം രാമു സഡ്, ഇതിനോട് ചേർക്കുമ്പോൾ രാമു സഡ് ദാറ്റ്, രാമു സഡ് ദാറ്റ്. അപ്പൊ ഈ കോമയും പോയി, കൊട്ടേഷനും പോയി. അപ്പൊ അവിടെ കൊട്ടേഷൻ കോമ റിമൂവ്ഡ് ആയി. എപ്പോൾ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറിയപ്പോൾ. അതാണ് മറ്റൊരു ചേഞ്ച്. പഞ്ച്വേഷൻ മാർക്കിൽ വ്യത്യാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. രാമു സഡ് എന്താ പറഞ്ഞത്? ഐ റൈറ്റ് എ ലെറ്റർ. ഐ എന്ന് പറയുന്ന ആരാണ്? രാമു പറഞ്ഞത്. അപ്പോൾ ഹി റൈറ്റ് എന്നുള്ളത് റൈറ്റിന്റെ കറസ്പോണ്ടിങ് ഫാസ്റ്റ് ഫോം ഉപയോഗിക്കണം, റോട്ട്. ഹി റോട്ട് എ ലെറ്റർ. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന ടെൻസിന്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ഫോമിലേക്ക് അതിനെ മാറ്റണം, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പാസ്റ്റ് ഫോമേ ഉപയോഗിക്കാവൂ. പ്രസന്റ് സിമ്പിൾ ബിക്കെയിം, പാസ്റ്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് സിമ്പിൾ ബിക്കെയിം, പാസ്റ്റ് പെർഫെക്റ്റ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് അറിഞ്ഞിരിക്കുക. കൂടാതെ ചില ടൈമിംഗ് വേർഡുകളുണ്ട്, അതിന് മാറ്റം വരുത്തണം. നമുക്കറിയാമല്ലോ, ആക്ച്വലി വെർബിനെ ഈസിന്റെ ആമിന്റെ പാസ്റ്റ് ഫോം വാസ് ഉപയോഗിക്കുക, ആറിന്റെ വേർ ഉപയോഗിക്കുക, വില്ല് വുഡ് ആക്കുക, ഷാൽ ഷുഡ് ആക്കുക, ക്യാൻ കുഡ് ആക്കുക, മേ മൈറ്റ് ആക്കുക, മസ്റ്റ് ഹാഡ് ടു ആക്കുക. ഇതേ രീതിയിൽ ചേഞ്ച് വരും. കൂടാതെ ദിസ് എന്ന് പറയുന്നത്, ദിസ് ഡെമോൺസ്ട്രേറ്റീവ് ആണ്, ദാറ്റായി മാറും. ദിസ് ദാറ്റ് ആവും, ദീസ് ദോസ് ആവും. അപ്പൊ ദിസ് ദാറ്റ് ദീസ് ദോസ്, നൗ ദെൻ ആവും, ടുഡേ that day ആവും, today that day, yesterday the previous day or the day before, yesterday the previous day, yesterday the day before, അപ്പോൾ today that day, tomorrow the next day, tomorrow the next day, tomorrow the next day. അപ്പോൾ ഇങ്ങനെ ചില വാക്കുകൾക്ക് ടെൻസ് കൂടാതെ ദിസ് ദാറ്റ് ആവും, ദീസ് ദോസ് ആവും, നൗ ദെൻ ആവും, ടുഡേ ദാറ്റ് ഡേ ആവും. ആ ടൈമിങ്ങിനെ സൂചിപ്പിക്കുന്നത് യെസ്റ്റർഡേ, ടുഡേ, ദാറ്റ് ഡേ, ടുമോറോ ദി നെക്സ്റ്റ് ഡേ, യെസ്റ്റർഡേ ദി ഡേ ബിഫോർ ഓർ ദി പ്രീവിയസ് ഡേ. ഇങ്ങനെയുള്ള മാറ്റം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. In the next class we will study how to change direct speech into indirect speech. Today I hope that you understood the rules of changing report speech or changing direct speech into indirect speech. Okay, thank you.